ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്ക്രാപ്പ് ബുക്കായിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ PPTTC പറഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു വർക്ക് ബുക്കാണ്. ഒരു ക്രാഫ്റ്റ് വർക്ക് പോലെ എല്ലാ വർക്കുകളൊക്കെ ചെയ്യാനുള്ള ഒരു ബുക്കാണിത്. സ്ക്രാപ്പ് ബുക്ക് എന്നാണ് പറയുന്നത് ഇതിൽ. അപ്പോൾ ഇതിൽ മൊത്തം 27 വർക്കുകളായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ 1-2 ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് വോളൻ വർക്കാണ് എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകൾ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് സീക്വൻസ് വർക്കാണ് കേട്ടോ. കുതിരേൻ്റെ ഷേപ്പിൽ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് വർക്ക് വരുന്നത്. സെക്കൻഡ് വർക്ക് സീഡ് വർക്കാണ്. ഇത് അരിയാണ്. പിന്നെ പരിപ്പ്, കടുകൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഞാൻ ചെയ്തിട്ടുള്ളത് സാൻഡ് പേപ്പർ വർക്കാണ്. സാൻഡ് പേപ്പർ നമ്മൾ ഈ ചുമരൊക്കെ ഒരതാൻ യൂസ് ചെയ്യുന്ന സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ വർക്കാണ്. ഇതൊക്കെ ഞാൻ ക്രയോൺ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തതാണ് കേട്ടോ. ഇത് ജസ്റ്റ് സാൻഡ് പേപ്പർ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് വർക്ക്. ഇനി അടുത്തതാണ് നമുക്ക് വോൾ വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ വോൾ വർക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ കോമ്പസ് വെച്ചിട്ട് ഇതുപോലെ ഹാഫ് സർക്കിൾ വരച്ച്, ഒരു വലിയ ഹാഫ് സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ ഹാഫ് സർക്കിൾ, അങ്ങനെ 4 റെയിൻബോ പോലെ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ റെയിൻബോ ഓരോ ലൈനും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ. 2 കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് വീഡിയോ എടുക്കാമെന്നുള്ളൊരു ഐഡിയ എനിക്ക് തോന്നിയത്. ഞാനിത് ചെയ്താലും വർക്ക് ചെയ്യാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയാലോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് വീട്ടിലെ ഡെക്കോർ പീസിനോ എന്തിനെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ തോന്നിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ 2 ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇതുപോലെ 4 ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരേ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ 4 ചെറുത് വലുത്, അതിൻ്റെ ചെറുത് അങ്ങനെയായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹാഫ് സർക്കിൾ ഉണ്ടാവുമല്ലോ, നമ്മൾ 4 പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ഹാഫ് സർക്കിൾ, അത് പിന്നെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതവിടെ വെക്കുമ്പോൾ ഒരു റെയിൻബോൻ്റെ ലുക്ക് കിട്ടില്ല. പിന്നെ ഇത് റെയിൻബോൻ്റെ തന്നെ സെയിം കളറിൽ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് വൂളൻ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പർപ്പിൾ, ബ്ലാക്ക്, ഗ്രീന്, പിന്നെ വൈറ്റ്, റെഡും ബ്ലാക്കും ഞാൻ യൂസ് ചെയ്ത ബാക്കിയാണ് കേട്ടോ. അങ്ങനെ ഈ കുറച്ച് കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഈ കളേഴ്സ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഗ്രീൻ എന്തോ ആ ഒരു മറ്റ് കളേഴ്സിലേക്ക് സ്യൂട്ടാവാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ ഗ്രീൻ യൂസ് ചെയ്യുന്നില്ല. ബാക്കി റെഡ്, ബ്ലാക്ക്, പർപ്പിൾ, വൈറ്റ് ഈ 4 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്കും ഞാൻ റെയിൻബോയിൽ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് മുമ്പ് വേറൊരു ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറച്ച് ചെണ്ടുകൾ, ബ്ലാക്ക് കളർ ചെണ്ട് ഉണ്ടാക്കിയത് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റെയിൻബോ പോലെ ഷേപ്പിൽ കട്ട് ചെയ്ത ആ ഹാഫ് സർക്കിളിന് ഓരോ കളേഴ്സ് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം അത് നിൽക്കാൻ വേണ്ടിയിട്ട് ഫെവിഗോൾ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം, അല്ല ഇനി ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നവർക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് എൻ്റെ കയ്യിൽ ഇതുപോലെ കട്ടിയില്ലാത്ത നമ്മൾ സ്പഞ്ച് ടൈപ്പ് അല്ലാത്ത ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. കാരണം എനിക്കതൊരു ബുക്കിലേക്ക് ഒട്ടിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഹാങ് ചെയ്തിടുമ്പോഴാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കേണ്ടത്. നമ്മൾ ബുക്കിൽ വെക്കുന്നതായതുകൊണ്ട് അത്ര സ്ട്രെങ്ത് ഉള്ള ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും. അപ്പോൾ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ വാൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫെവിക്കോളോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ റെഡ് കളർ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഗ്രീനും പിന്നെ റെഡ്, പർപ്പിൾ, വൈറ്റ് ഈ 4 കളേഴ്സ് ചുറ്റാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ ചുറ്റി വന്നപ്പോൾ എനിക്കെന്തോ ഗ്രീൻ അതിലേക്ക് തീരെ സ്യൂട്ടാവാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ ഗ്രീന് ചുറ്റാൻ വിചാരിച്ചു കൊടുത്തും വൈറ്റ് തന്നെ ചുറ്റി കൊടുത്തു. അങ്ങനെ 2 വൈറ്റ്, 1 റെഡ്, 1 പർപ്പിൾ, അങ്ങനെ 4 ഞാൻ ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 4 വെച്ചപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ട് നല്ലൊരു ക്യൂട്ട് ഫിനിഷിങ് തോന്നി. അതിൻ്റെ ഇടയിൽ ഗ്രീന് വരുമ്പോൾ എന്തോ അതിൻ്റെ ഭംഗി പോണ പോലെ എനിക്ക് തോന്നി. അതിന് പേഴ്സണലി ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ 4 കളറും ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. 4 കളറും ചുറ്റുന്ന വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അതിങ്ങനെ വെറുതെ ചുറ്റുന്നത് ഇങ്ങനെ കണ്ടിരിക്കുന്നത് ആർക്കായാലും ബോറടിക്കും. അപ്പോൾ 4 കളേഴ്സും ഞാൻ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ, 2 വൈറ്റും. ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനായിട്ടാട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ക്ലിപ്പിംഗ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ.
അപ്പോൾ ഞാൻ ആ ചെണ്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് തന്നെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തേക്കാണ്. ഞാനത് ഈ ഒട്ടിക്കുന്ന ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു, എന്നിട്ട് ഈ ബുക്കിലേക്ക് ഒട്ടിച്ചു. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.